Hi guys, welcome back to Car Garage. Car Garage is 2010 model Innova. Type for convert ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വണ്ടി നമ്മൾ അടിക്കാൻ പോകുന്ന കളർ എന്ന് പറയുന്നത് അവന്റെ ഗ്രാൻഡ് ബ്രൗൺസ് കൊണ്ടുള്ള ക്രിസ്റ്റയുടെ കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ അടിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വ്ലോഗിലും കാര്യങ്ങളിലൊക്കെ ആ വണ്ടിയുടെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഒരു വൈറ്റ് കളർ വണ്ടിയായിരുന്നു. അപ്പോൾ ഓവറായിട്ടുള്ള പാച്ച് വർക്കിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു നീറ്റ് വണ്ടി തന്നെയായിരുന്നു കേട്ടോ. മേജർ ഇപ്പോൾ തുരുമ്പിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ആ വണ്ടി ഇവിടെ ഫുള്ള് ഇപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് സീറ്റും കാര്യങ്ങളൊക്കെ സ്പോട്ടി അടിച്ചിട്ടുണ്ട്, താൻ കളറൊക്കെ അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റിങ് ചെയ്തിട്ടുണ്ട്, പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് LED എല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വർക്ക് നമ്മൾ ആ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങ് വീഡിയോയിലേക്ക് പോവാം. ഫൈനലി നമ്മളുടെ അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസ് കൊണ്ടുള്ള ആ ഒരു കളറ് ഫുള്ളായിട്ട് അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ക്രിസ്റ്റയുടെ കളറാണ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്രിസ്റ്റയ്ക്ക് പറഞ്ഞൊരു കളറാണ്. നല്ലൊരു കളർ തന്നെയാണ്. ഫ്രണ്ട് പ്രൊജക്ടർ ബാക്ക് LED വരുമ്പോൾ തന്നെ വണ്ടിക്ക് നല്ലൊരു ലുക്ക് തന്നെ വന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ആ കളർ ഫൈനലി ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം. നമ്മളുടെ വണ്ടി ഫുള്ളായിട്ട് തന്നെ ഇവിടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ ഒരു വൈറ്റ് കളർ വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസ് അടിച്ചത് ഫുൾ കംപ്ലീറ്റ് ആയി ക്രിസ്റ്റിക്ക് പറഞ്ഞ ഒരു കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. നമ്മളിതിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് തന്നെ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തു. ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടൈലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മിറർ നോർമൽ ടൈപ്പ് ഒരു മിററായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ക്രോം നമ്മൾ ഒട്ടിച്ചു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ക്രോം ഒട്ടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു ക്രോം ഒട്ടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നമുക്ക് പാർക്കും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ സൈഡ് സ്കർട്ട് ആഡ് ചെയ്തു. ഹാൻഡിലുകൾ നമ്മളെല്ലാം ഫുൾ റീപ്ലേസ് ഹാൻഡിലുകളാക്കിയിട്ടുണ്ട് കേട്ടോ. റീപ്ലേസ് ഹാൻഡിലുകളാക്കിയിട്ടുണ്ട്. അതേപോലെ ബാക്കിൽ വരണമെങ്കിൽ നമ്മൾ നോർമലി എല്ലാം ചേഞ്ച് ചെയ്യണ മാതിരി തന്നെ ഡിക്കിയുടെ ക്രോം, ബമ്പർ, ടൈലൈറ്റ് LED കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിഫ്ലക്ടർ നോർമൽ റിഫ്ലക്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ നമ്മളിതിൽ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീറ്റ് വർക്കും കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻസ് തൈ സപ്പോർട്ടൊക്കെ പറഞ്ഞ രീതിയിലുള്ള സീറ്റ് വർക്ക് ചെയ്തു. സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഡബിൾ സ്റ്റിച്ചിങ് ആണ്. സെൻറ്ററിൽ സ്റ്റിച്ചിങ് വരും, അതേപോലെ തന്നെ രണ്ട് സൈഡിലും അതിനെ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ചിങ് വരും. ആ ഒരു സ്റ്റിച്ചിങ്ങിൽ നാപ്പ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ സ്റ്റിയറിംഗ് വീലും നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ ഗിയറിൻ്റെ നോവും കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും ആ രീതിയിൽ ചെയ്ത് ക്ലിയർ ചെയ്ത് വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിലേക്ക് വരണമെങ്കിൽ നമ്മൾ നോർമൽ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോർമൽ സീറ്റാണ് കൊടുത്താണ്. നമ്മളിതിൻ്റെ സീറ്റിൻ്റെ സെൻട്രൽ വശങ്ങളിൽ ഡയമണ്ട് കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെങ്തായിട്ടുള്ളതിൽ ഡയമണ്ട് കട്ടിങ് കൊടുത്തു. യൂഫോമൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സീറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ യൂഫോം ഇടിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കേണ്ടത്. നല്ല സ്മൂത്ത്നെസ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യും. ബാക്കിലും അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ സീറ്റും കാര്യങ്ങളും എല്ലാം. ഫ്ലോർ മാറ്റ് നമ്മൾ നോർമലി ഇടുന്ന ഫ്ലോർ മാറ്റ്, നമ്മൾ എല്ലാവരും ഇടുന്ന ആ ഒരു ഫ്ലോർ മാറ്റ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലോക്കാണ്, അതിൻ്റെ ലോക്ക്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വാക്സ് അപ്ലൈ ചെയ്യാനായിട്ട് ബാക്കിയാണ്. അതിക്ക് മുമ്പ് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കണം എന്നുള്ളൂ കേട്ടോ. ഫൈനലി നമ്മുടെ വർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിച്ചേക്ക് കേട്ടോ, ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഷോട്ടും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇതിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിച്ചേക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും